തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് UDFന് ഉണ്ടായത്. UDFിൻ്റെ പ്രധാന ഘടകകക്ഷിയായ ലീഗും തിളക്കമാർന്ന വിജയം നേടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിൻ്റെ തിളക്കത്തിൽ ഈ വരുന്ന ജനുവരി 25-ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവരോട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് കോൺഗ്രസ്. അനൗദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവരോട് അതാത് മണ്ഡലങ്ങളിൽ വർക്ക് ചെയ്യാൻ KPCC ആവശ്യപ്പെടും. എന്തായാലും ജനുവരി 25-ന് കോൺഗ്രസ് അനൗദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ UDFിലെ പ്രധാന ഘടകകക്ഷിയായ ലീഗും അത് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ലീഗും മുന്നോട്ട് പോകുകയാണ്. അതിനിടയിൽ കോൺഗ്രസും ലീഗും തമ്മിൽ തർക്കം വന്നിരിക്കുന്നു. ലീഗ് പറയുന്നത് തങ്ങൾ മത്സരിച്ച് തോൽക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ, ചില പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ കോൺഗ്രസിന് നൽകാമെന്നും പകരം തങ്ങൾക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ നൽകണമെന്നുമാണ്. ഇതോടുകൂടി ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ച കീറാമുട്ടിയായി നിൽക്കുകയാണ്. പ്രധാനമായും 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ലീഗ് ഉടക്കി നിൽക്കുന്നത്. പ്രധാനപ്പെട്ട മണ്ഡലം കണ്ണൂരാണ്. കണ്ണൂർ മണ്ഡലം കോൺഗ്രസ് മത്സരിച്ച് സ്ഥിരമായി തോൽക്കുന്ന മണ്ഡലമാണ്. അബ്ദുള്ള കുട്ടിക്ക് ശേഷം കണ്ണൂരിൽ കോൺഗ്രസ് ഇവിടെ വിജയിച്ചിട്ടില്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലീഗ് വലിയ മുന്നേറ്റമാണ് കണ്ണൂരിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ കണ്ണൂർ നിയമസഭാ മണ്ഡലം തങ്ങൾക്ക് വേണം എന്നാണ് ലീഗിൻ്റെ ആവശ്യം. പകരം ലീഗ് മത്സരിച്ച് തോൽക്കുന്ന കൂത്തുപറമ്പ് കോൺഗ്രസിന് നൽകാമെന്നാണ് ലീഗ് പറയുന്നത്. എന്നാൽ കോൺഗ്രസ് ഇത് സ്വീകരിച്ചിട്ടില്ല. കാരണം കണ്ണൂരിൽ ജയിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ലക്ഷ്യമാണ്. കെ സുധാകരൻ MP കണ്ണൂരിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കണ്ണൂർ സീറ്റിന് വേണ്ടി പിടിവാശി കാണിക്കുകയാണ് ലീഗ്. കണ്ണൂരിന് പകരം തങ്ങൾ മത്സരിക്കുന്ന കൂത്തുപറമ്പ് കോൺഗ്രസിന് നൽകാം എന്നാണ് ലീഗ് പറയുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസും ലീഗും അഭിപ്രായ വ്യത്യാസത്തിൽ നിൽക്കുന്നു. മറ്റൊരു മണ്ഡലം പുനലൂരാണ്. ലീഗ് പേരിന് വേണ്ടി മത്സരിക്കുന്ന മണ്ഡലമാണ് പുനലൂർ. അവിടെ ലീഗ് സ്ഥാനാർത്ഥി സ്ഥിരമായി CPI സ്ഥാനാർത്ഥിയോട് തോൽക്കുന്നു. വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ CPI സ്ഥാനാർത്ഥി ജയിക്കുന്നത്. പുനലൂർ കോൺഗ്രസ് ഏറ്റെടുത്ത് മറ്റൊരു മണ്ഡലം തങ്ങൾക്ക് തരണം എന്നാണ് ലീഗിൻ്റെ ആവശ്യം. പുനലൂർ എന്നത് CPIയുടെ ശക്തിദുർഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ തങ്ങൾ മത്സരിച്ചിട്ട് കാര്യമില്ലെന്നും വടക്കൻ കേരളത്തിൽ മറ്റൊരു മണ്ഡലം പുനലൂരിന് പകരം തങ്ങൾക്ക് നൽകണമെന്നും പുനലൂർ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുമാണ് ലീഗിൻ്റെ ആവശ്യം. മറ്റൊരു മണ്ഡലം കളമശ്ശേരിയാണ്. കളമശ്ശേരി P. രാജീവിൻ്റെ മണ്ഡലമാണ്. കളമശ്ശേരിയിൽ തങ്ങൾ മത്സരിച്ചാൽ വിജയസാധ്യത കുറവാണെന്ന് ലീഗ് പറയുന്നു. കളമശ്ശേരി സീറ്റ് തങ്ങൾക്ക് വേണ്ട എന്നാണ് ലീഗിൻ്റെ നിലപാട്. അത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് എറണാകുളം ജില്ലയിൽ മറ്റേതെങ്കിലും സീറ്റ് തങ്ങൾക്ക് നൽകണം എന്നാണ് ലീഗിൻ്റെ ആവശ്യം. എന്തായാലും ഈ 3 സീറ്റുകളെ ചൊല്ലി കോൺഗ്രസും ലീഗും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തിരിക്കുന്നു. ലീഗ് ശക്തമായ ഒരു തീരുമാനമാണ് ഈ 3 സീറ്റിൻ്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. കണ്ണൂരും പുനലൂരും കളമശ്ശേരിയും തങ്ങൾക്ക് വേണ്ട എന്ന് ലീഗ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ലീഗ് കടുംപിടുത്തം തുടർന്നാൽ ഈ സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വരും കോൺഗ്രസിന്. കാരണം UDFിൽ ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ലീഗ് ഇത്തവണ ചരിത്ര വിജയമാണ് നേടിയത്. ലീഗ് തങ്ങളുടെ കോട്ടകളെല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതുപോലെ തന്നെ ലീഗ് ആവശ്യപ്പെടുന്ന മറ്റൊരു മണ്ഡലം തവനൂറാണ്. തവനൂരിൽ ലീഗിന് ശക്തമായ സ്വാധീനമുണ്ട്. അവിടെ സ്ഥിരമായി കോൺഗ്രസ് മത്സരിച്ച് തോൽക്കുന്നു. KT ജലീലാണ് തവനൂരിലെ നിലവിലെ MLA. KT ജലീലിനെ തോൽപ്പിക്കാൻ തങ്ങൾ തന്നെ മത്സരിക്കണം എന്നാണ് ലീഗിൻ്റെ നിലപാട്.
ഈ സീറ്റിന്റെ കാര്യത്തിലും തർക്കം നിലനിൽക്കുന്നു. ചുരുക്കത്തിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള സീറ്റ് വിഭജനം കീറാമുട്ടിയാകും എന്നത് ഉറപ്പ്.